am so proud of her, and I am sure all of you must be so proud of your daughter who has struggled, and you have supported her to come so far. Sri Shibu Baby John, who is well known to you, and of course his father, whom we all knew and respected, Sri C.R. Mahesh ji. I see he is going to win. And Sri Ullas Kanwar ji. I welcome all of you to this meeting here today. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷം. വേദിയിലിരിക്കുന്ന ഏറ്റവും ആദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, പ്രിയങ്കാജിയുടെ ഓരോ സ്ഥാനാർത്ഥിയും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ട അരിത ബാബുവിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അരിതയെ കുറിച്ചോർത്ത് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ഇതുവരെ വന്നെത്തിയ അരിതയെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും അഭിമാനിക്കണം. ഇതുവരെ എത്താൻ അരിതയ്ക്ക് നിങ്ങൾ നൽകിയ പിന്തുണയെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ശ്രീ ഷിബു ബേബി ജോണിനെ കുറിച്ചും അതുപോലെ തന്നെ ശ്രീ C.R. മഹേഷ് എനിക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം ഇവിടെ ജയിക്കാൻ പോകുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ ശ്രീ ഉല്ലാസ് കോവൂറിനെയും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. So my friends, my sisters and brothers of Kerala, എൻ്റെ സുഹൃത്തുക്കളെ, കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, you belong to one of the most beautiful states of our country. നിങ്ങൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന, സംസ്ഥാനത്ത് സ്വന്തമായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. You have made all of us so proud because of your tradition of harmony, of peace, of hard work, your natural beauty of your surroundings, your culture. നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇവിടുത്തെ സമാധാനം, സാഹോദര്യം, ഒത്തൊരുമ, അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കഠിനാധ്വാനം, അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ ഇവിടുത്തെ സ്വാഭാവിക സൗന്ദര്യം, ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ കേരളത്തെ ഓർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനമുണ്ട്. നിങ്ങൾ ഞങ്ങളെ അഭിമാനിക്കാൻ പ്രാപ്തരുമാക്കി തീർക്കുന്നു. And I think that the whole country looks towards you when you take the decision of whom you are going to elect as your government, because you are also the most educated people and the most educated state in our country. അത് മാത്രമല്ല, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് നിങ്ങളുടെ ഗവൺമെന്റായി തെരഞ്ഞെടുക്കുന്നത്, നിങ്ങളുടെ സർക്കാരായി നിങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന തീരുമാനമെടുക്കുമ്പോൾ ഈ രാജ്യം മുഴുവൻ നിങ്ങളെ ഉറ്റുനോക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്തെ ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകളുള്ള ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഈ രാജ്യം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ഉറ്റുനോക്കുന്നു. So when your election comes along, it is not just Kerala you decide for. It is not just your future, but you set the path for the rest of the country. The whole country watches you and sees the manner in which you decide and the manner in which you want politics to take place in your state. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഏത് ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. കാരണം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മുഴുവൻ ഭാവിക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ഈ രാജ്യത്ത് രാഷ്ട്രീയം എങ്ങനെ മുൻപോട്ട് പോകണം എന്നത് തീരുമാനിക്കുന്നത് കൂടിയാണ്. You know that in 1921 it was the Congress party in Kerala that gave a call for the United State of Kerala. നിങ്ങൾക്കറിയാം, 1921 കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് സംയുക്ത കേരളം എന്ന ആശയത്തിന് അതിനു വേണ്ടിയിട്ടുള്ള മുൻകൈ എടുത്തത്. Today this 100-year-old Congress party has taken the decision of fielding more than 50% of our candidates who are youngsters between the age of 30, 40 and 50. ഇന്ന് 100 വർഷങ്ങൾക്ക് ശേഷം, rather 20, 30 and 40. ഇന്ന് 100 വർഷങ്ങൾക്ക് ശേഷം 2021 കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നമ്മുടെ സ്ഥാനാർത്ഥി നിരയിൽ 50% യുവജനങ്ങളെ, 30-നും 40-നും 50-നും ഇടയിലുള്ള 50% യുവജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മുൻപിൽ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരിക എന്ന വലിയ തീരുമാനം എടുത്തിട്ടുണ്ട്.
I am here today to talk to you about the future of Kerala and the future of India. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനാണ്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനാണ്. Your greatest strength is the people of Kerala, all of you, all those sitting here today and all those listening to me. It is you who have built the coir industry, the rubber industry, the cashew industry. It is our women, the women of Kerala especially, who work hard towards the future of Kerala. Even fishermen who go to the seas, they work hard for the future of Kerala. They toil. The farmers of Kerala toil in the rice fields, and the workers of Kerala build the economy of Kerala, whether it is in Kerala or outside the state and outside the country. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചാണ്. കേരളത്തിലുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ് കയർ വ്യവസായത്തിന്റെ ഭാഗമായി പ്രവർത്തിയെടുക്കുന്നത്, കശുവണ്ടി വ്യവസായത്തിന്റെ ഭാഗമായി പ്രവർത്തിയെടുക്കുന്നത്, മത്സ്യത്തൊഴിലാളികളായി പ്രവർത്തിയെടുക്കുന്നത്, മത്സ്യത്തൊഴിലാളികളായി കടലിലേക്ക് പോയി പ്രവർത്തിയെടുക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കഠിനാധ്വാനമാണ് കേരളത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് കേരളത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതും ഭാവിയുടെ ഭാഗമായതും. More than anything else, in the politics of a state and a nation, it is the people's voice that matters and the people's voice that has to be represented and spoken of. It is for this reason that the Congress party has made a manifesto this time, which is the future vision for Kerala after coming from district to district, meeting with you, talking to you, understanding from different groups what it is they would like for the future of the state. എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ കാലത്തും എല്ലാ സംസ്ഥാനത്തും രാഷ്ട്രീയത്തും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കേണ്ടത് ജനങ്ങളുടെ ശബ്ദമാണ്, ജനങ്ങളുടെ ആവശ്യങ്ങളാണ് രാഷ്ട്രീയത്തെ മുൻപോട്ട് നയിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഈ പ്രാവശ്യം രാജ്യത്തെ ഈ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഭാവിക്ക് വേണ്ടുന്ന ഒരു പ്രകടന പത്രികയുമായി കടന്നു വന്നിരിക്കുന്നത്. The Congress party recognizes that the people of Kerala are the real gold of Kerala. കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുന്നു കേരളത്തിലെ യഥാർത്ഥ സ്വർണം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണെന്ന് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുന്നു. This is unfortunately very different from the Chief Minister and his government, who are too busy dealing with foreign gold and smuggling and giving out fishing contracts to multinational companies. കേരളത്തിലെ യഥാർത്ഥ സ്വർണം കേരളത്തിലെ ജനങ്ങളാണെന്ന് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുമ്പോൾ ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കേരളത്തിലെ യഥാർത്ഥ സ്വർണം ജനങ്ങളാണെന്ന് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുമ്പോൾ മുഖ്യമന്ത്രിയും ഗവൺമെന്റും വിദേശത്തുള്ള സ്വർണത്തിലും സ്വർണ്ണക്കടത്തിലും ഇവിടുത്തെ ആഴക്കടലിലെ കരാറുകൾ വിദേശക്കാർക്ക് കരാറായി കൊടുക്കുന്നതിലുമാണ് മുഖ്യമന്ത്രിയുടെയും ഭരണത്തിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധ. They have sworn allegiance to the Communist Manifesto, but actually they are following a corporate manifesto. ഈ ഗവൺമെന്റിന് വിധേയത്വം ഉണ്ടാവേണ്ടത്, അവർ വിധേയത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്. പക്ഷേ And just like the Modi government at the center, their agenda is to sell the assets of Kerala to the corporates. നേരത്തെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോടല്ല യഥാർത്ഥത്തിൽ അവർക്ക് വിധേയത്വം, പക്ഷേ കോർപ്പറേറ്റ് മാനിഫെസ്റ്റോയോടാണ്. അതുപോലെ കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റ് എങ്ങനെയാണോ ഈ രാജ്യത്തിന്റെ സമ്പത്ത് വിറ്റുകളയുന്നത്, അതുപോലെ കേരളത്തിന്റെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വിറ്റ് നൽകുന്നതിലാണ് കോർപ്പറേറ്റ് മാനിഫെസ്റ്റോയുടെ വിധേയത്വം പുലർത്തുന്ന ഈ ഗവൺമെന്റിന്റെ താല്പര്യം. Basically, what you are faced with in this election is a choice between three different types of politics. ഈ ഇലക്ഷനിൽ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുൻപിലുള്ളത് മൂന്ന് തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതികൾക്കിടയിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഉള്ളത്. The first being the politics of the CPM, which is the politics of violence, state repression and of scams. ആദ്യത്തേത് CPM-ന്റെ രാഷ്ട്രീയമാണ്, അക്രമത്തിന്റെ, ഗവൺമെന്റിന്റെ അടിച്ചമർത്തലിന്റെ, അഴിമതികളുടെ രാഷ്ട്രീയം. നിങ്ങളുടെ മുൻപിലുള്ള ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് ഈ രാഷ്ട്രീയമാണ്. The politics of the BJP, which spreads hate and divisiveness. ഈ രാജ്യത്ത് മുഴുവൻ വിദ്വേഷവും വിഭജനാത്മകതയും പരത്തുന്ന BJP-യുടെ രാഷ്ട്രീയമാണ് രണ്ടാമതായി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുൻപിലുള്ളത്. And the politics of the Congress that is building a future imagination of Kerala.
മൂന്നാമതായി നിങ്ങളുടെ മുൻപിലുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ഭാവനയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് മൂന്നാമതായി നിങ്ങളുടെ മുൻപിൽ ഈ തിരഞ്ഞെടുപ്പിലുള്ളത്. We have 50 young, energetic candidates, many from working class homes, many from humble backgrounds. As I said before, we have our youngest candidate, Aretha Babu, who comes from humble beginnings, but she has worked hard and struggled to come where she is today. We have candidates who are poets, candidates who have campaigned extensively amongst the cashew factory workers and other workers of Kerala. നമ്മൾക്ക് ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരായ 50-ലധികം സ്ഥാനാർത്ഥികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ സാധാരണമായ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന്, കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട് ഇവിടെ. അരുതയെ പോലെ സാധാരണ സാഹചര്യങ്ങളിൽ വന്ന് വളരെയധികം കഠിനാധ്വാനത്തോടുകൂടി ഇന്ന് ഈ അവസ്ഥ ഇവിടെ എത്തി നിൽക്കുകയാണ്. അതുപോലെ കവിത എഴുതുന്ന സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട്. അതുപോലെ കയർ വ്യവസായത്തിന്റെ ഭാഗമായി, കാഷ്യൂ വ്യവസായത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവര് നമ്മുടെ സ്ഥാനാർത്ഥികളായിട്ട് ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. For the last 5 years, you have seen in Kerala the politics of the CPM, which is a politics of fear, of fraud and of favoritism. കഴിഞ്ഞ 5 വർഷങ്ങളായി നിങ്ങൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന CPM-ന്റെ രാഷ്ട്രീയം അതെന്താണ്? ഭയത്തിന്റെ രാഷ്ട്രീയം, തട്ടിപ്പിന്റെയും വഞ്ചനയുടെയും രാഷ്ട്രീയം, സ്വജനപക്ഷപാതത്തിന്റെ രാഷ്ട്രീയം. ഇതാണ് കഴിഞ്ഞ 5 വർഷങ്ങളായി കേരളത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Tall promises were made to you in 2016. The LDF claims that they are representing a democratic political alternative. If that is the case, then why are they instilling fear in the people of Kerala? നിങ്ങൾ വളരെയധികം വലിയ വാഗ്ദാനങ്ങൾ LDF അധികാരത്തിൽ വന്നപ്പോൾ കേട്ടു. അവർ പറഞ്ഞത് ഞങ്ങൾ ജനാധിപത്യ ബദലാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു ജനാധിപത്യ ബദലാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഭയം നിറയ്ക്കുന്നത്? Many young Congress workers have been killed. പല ചെറുപ്പക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. The government has spent money to defend their killers. They have lathi-charged students who are raising legitimate demands of correct implementation of reservations. ഇതുപോലെ ചെറുപ്പക്കാരായ അനേകം കോൺഗ്രസ് പ്രവർത്തകരെ കൊന്നവരെ, കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ധാരാളം പണം ഈ ഗവൺമെന്റ് ചെലവാക്കിയിട്ടുണ്ട്. ന്യായമായ സംരക്ഷണത്തിന് വേണ്ടി, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാരെ അവർ ലാത്തി ചാർജ് ചെയ്തിട്ടുണ്ട്. സംവരണത്തിന് വേണ്ടി പോരാടിയവരെ അവർ ലാത്തി ചാർജ് ചെയ്തിട്ടുണ്ട്. They have lathi-charged members of their own alliance parties. അവരുടെ തന്നെ സഖ്യകക്ഷിയിലെ ആളുകളെ അവർ ലാത്തി ചാർജ് ചെയ്തിട്ടുണ്ട്. And while showing a lot of concern for the wrongs against women in other states, like the case of the girl in Hathras in UP, they have behaved in a manner in the Walayar rape case, which is very much similar to how the UP government has behaved in the Hathras case. മറ്റ് സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയെപ്പറ്റി വളരെയധികം വ്യാകുലത പുലർത്തുമ്പോൾ UP-യിൽ ഹത്രാസിൽ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചോ, അങ്ങനെ ആ സമയത്ത് UP ഗവൺമെന്റ് എങ്ങനെ പെരുമാറിയോ അതുപോലെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി ആകുലത പുലർത്തുന്ന കേരള ഗവൺമെന്റ് വാളയാറിലെ കേസിൽ പെരുമാറിയതെന്ന് നിങ്ങൾ ഓർക്കണം. They tried to hide evidence. They tried to show it as a suicide. They diluted the investigation. The chairman of the Child Welfare Committee represented one of the accused as a lawyer. Instead of punishing policemen, instead of punishing people, the LDF government rewarded them. അവരെ പലപ്പോഴും തെളിവുകൾ ഒളിപ്പിച്ചു വെക്കാൻ കൂട്ടുനിന്നു. പലപ്പോഴും അതിൽ ശിശുക്ഷേമ സമിതിയുടെ ആള് കുറ്റവാളികൾക്ക് വേണ്ടി ഹാജരായി. പലപ്പോഴും അവരുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടി, മറ്റു സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടി വ്യാകുലത കാണിക്കുന്ന LDF ഗവൺമെന്റ് വാളയാറിലെ കേസിന്റെ കാര്യത്തിൽ ചെയ്തത്. In a state where we expect women to be encouraged, to be supported, to be strengthened, is this the kind of government that we want? ഇവിടുത്തെ സ്ത്രീകളെ സംരക്ഷിക്കണം, അവരെ ശക്തീകരിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് നമ്മൾ കരുതുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണോ സ്ത്രീകളുടെ കാര്യത്തിൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു ഗവൺമെന്റ് പെരുമാറേണ്ടത്? I am sure that if the Chief Minister of UP came to campaign here, he would bring up issues like love jihad. But the CPM's own alliance partners today are speaking in the same language. എനിക്കറിയാം UP-യുടെ മുഖ്യമന്ത്രി കേരളത്തിൽ പ്രചരണത്തിന് വന്നാൽ അദ്ദേഹം ഒരുപക്ഷെ ലവ് ജിഹാദിനെ പറ്റി സംസാരിച്ചേക്കും. പക്ഷേ ഇന്ന് CPM-ന്റെ സഖ്യകക്ഷികൾ ലവ് ജിഹാദിനെ പറ്റി അതേ ഭാഷയിലാണ് കേരളത്തിൽ സംസാരിക്കുന്നത്.
there is a borderline fascist culture that they try to assert even in Kerala. കേരളത്തിലും ഫാഷിസ്റ്റ് സംസ്കാരത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ് ഈ ഗവൺമെൻറ് ഇവിടെ അടിച്ചേൽപ്പിക്കാനും ഇവിടെ ശക്തമായി നടപ്പിലാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Wanting the people to be afraid, forcing them to think and live in a particular way. ജനങ്ങളെ ഭീതിപ്പെടുത്തുക, ജനങ്ങൾ ഭയത്തിൽ ജീവിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കണമെന്ന് പറയുക, ആ രീതിയിൽ നിങ്ങൾ തുടരണമെന്ന് പറയുക, അത് ഫാഷിസ്റ്റ് സംസ്കാരത്തിന്റെ ഒരു അറ്റത്ത് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. The greatest gift that our constitution has given us, the people of India, is the gift of freedom. നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് നമ്മൾ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. The freedom to be yourself, to express yourself. നിങ്ങളായിരിക്കാനുള്ള, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആശയപ്രകാശനം നടത്താനുള്ള സ്വാതന്ത്ര്യം, അതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം. The freedom to demand your rights. നിങ്ങളുടെ അവകാശങ്ങൾ ആവശ്യപ്പെടാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം. To fight for them, to raise your voice against injustice. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം, അനീതിക്കെതിരെ നിങ്ങളുടെ ശബ്ദം ഉയർത്താനുള്ള സ്വാതന്ത്ര്യം, ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. Any government, whether it is left wing or right wing or of any other party, that attempts to suppress the voice of the people is not a government that can be called democratic. It is not a government worthy of your support. ഏതെങ്കിലും ഒരു ഗവൺമെന്റ്, അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആകട്ടെ, ആ ഗവൺമെന്റ് ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ തുനിയുന്നുവെങ്കിൽ ആ ഗവൺമെന്റിനെ നിങ്ങൾക്ക് ഒരിക്കലും ജനാധിപത്യ ഗവൺമെന്റ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. ജനാധിപത്യ ഗവൺമെന്റ് എന്ന പേരിന് ആ ഗവൺമെന്റ് അർഹവുമല്ല. You have seen that not only are injustices heaped on you when you raise your voice to demand your rights, but this government has been a government of fraud and scams. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കെതിരെ അനീതി കാട്ടുന്ന ഗവൺമെന്റ് മാത്രമല്ല ഇത്. ഈ ഗവൺമെന്റ് അഴിമതികളുടെയും തട്ടിപ്പിന്റെയും വഞ്ചനയുടെയും കൂടെ ഒരു ഗവൺമെന്റ് ആണ്. Every time a new scam emerges, the chief minister says he has no idea about it. Then I want to ask him, if he has no idea what is happening under his nose, then who is running the government? ഓരോ പ്രാവശ്യവും ഓരോ പുതിയ അഴിമതി ഉയർന്നു വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറയും, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയുകയില്ല. അദ്ദേഹത്തിന് ഇതുപോലെ സ്വന്തം ഗവൺമെന്റിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയും അദ്ദേഹത്തിന് അറിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കണ്ടേ, ആരാണ് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത്, ആരാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കണ്ടേ. In the EMCC scam, WhatsApp chats from his own office were revealed. EMCC അഴിമതിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള വാട്സാപ്പ് ചാറ്റുകൾ, സംഭാഷണങ്ങൾ പുറത്തു വന്നു. More than anyone else, members of the fishing community understand that when he says he has no idea, he is not telling the truth. മറ്റെല്ലാവരെക്കാളും ഉപരി നമ്മുടെ നാട്ടിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമല്ല എന്ന് നമ്മുടെ നാട്ടിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്കറിയാം. People from his office are allegedly involved in the gold scam. He says he has no idea. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ആളുകൾ സ്വർണ്ണക്കടത്തിൽ ബന്ധപ്പെട്ടവരാണ് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്കറിയില്ല. The LDF government used proxy firms to receive funds from a foreign agency in the Kerala Life Mission project scam. കേരളത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പകരക്കാരായിട്ടുള്ള ഫേമുകളെ ഉപയോഗിച്ച് വിദേശ പണം സ്വീകരിക്കാൻ ഗവൺമെന്റ് ഉപയോഗിക്കുകയാണ്. It appears that he knows nothing about this as well. നമുക്ക് അറിയാം, ഈ അഴിമതിയെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. They compromised personal data of lakhs of Kerala's citizens when they made a deal with the sprinkler company in the US without a confidentiality clause. രഹസ്യാത്മകത സൂക്ഷിക്കും എന്നൊരു എഗ്രിമെന്റ് നടപടിയില്ലാതെ സ്പ്രിംഗ്ലർ കമ്പനിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗത വിവരങ്ങൾ നൽകുകയാണ് ആ കമ്പനിയുമായി കരാറുണ്ടാക്കിയപ്പോൾ ഈ ഗവൺമെന്റ് ചെയ്തത്. If we listen to what the chief minister says, it seems he must not even know about this. നമ്മൾ മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിനെപ്പറ്റിയും അദ്ദേഹത്തിന് കാര്യമായി യാതൊരു അറിവുമില്ല. But perhaps worst of all, that in the flood fund scam, 15 crores of what was meant to be relief money for flood victims
was taken by members of CPM and put into their accounts. ഇതിൽ ഏറ്റവും മോശമായതെന്ന് പറയാവുന്നത് പ്രളയ തട്ടിപ്പ് അഴിമതി വന്നപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രളയ ദുരിതാശ്വാസമായി നൽകേണ്ടിയിരുന്ന 15 കോടി രൂപയിലധികം CPM പ്രവർത്തകര് അത് തട്ടി വകമാറ്റി ഉപയോഗിച്ചു. The government has shown no fairness. As soon as they were appointed, they started filling posts with their own people. Thousands of youth protested against the CPM's method of backdoor appointments. ഗവൺമെന്റിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗവൺമെന്റിന് യാതൊരു നീതിയുമില്ല എന്നാണ്. അവർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ 1000-ലധികം തസ്തികകളിലേക്ക് അവർക്ക് ആവശ്യമുള്ളവർ അവരുടെ ഇഷ്ടക്കാരെ നിയമിച്ചു. ധാരാളം പിൻവാതിൽ നിയമനങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി. They promised 20 lakh jobs. അവർ 20 ലക്ഷം ജോലികളാണ്, തൊഴിലവസരങ്ങളാണ് വാഗ്ദാനം ചെയ്തത്. It was a promise all of you believed in. ആ വാഗ്ദാനത്തിൽ നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചു. It was one of the reasons why you supported their government in your state. അത് ഈ ഇത്രയും തൊഴിലവസരങ്ങൾ എന്നതാണ് നിങ്ങൾ ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. But they did not provide those jobs. പക്ഷേ അവർ നിങ്ങൾക്ക് ആ ജോലികൾ തന്നില്ല, ആ തൊഴിലവസരങ്ങൾ നൽകിയില്ല. Instead, they favored their own people and put them into whichever government job possible. അതിന് പകരം അവരെന്താണ് ചെയ്തത്? അവരുടെ ആൾക്കാരെ, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, പാർട്ടിക്കാരെ, ഏതൊക്കെ ഗവൺമെന്റ് ജോബ് ഉണ്ടോ, അവിടെ ജോലി ഉണ്ടോ, അവരെ നിയമിക്കുകയാണ് ചെയ്തത്. They show favoritism even when a natural disaster strikes. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ പോലും അവർ സ്വജനപക്ഷപാതമാണ് കാണിക്കുന്നത്. There was a cyclone, there were floods, and many reports from across the state have come that those who were not allied with the CPM, those who were not members of the CPM, did not even get flood relief. ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ, ചുഴലിക്കാറ്റ് വരുമ്പോൾ, പ്രളയം വരുമ്പോൾ അപ്പോൾ പോലും സഹായം നൽകുന്നതിൽ അവര് പാർട്ടിക്കാരല്ലാത്തവർക്ക് പലപ്പോഴും സഹായം നൽകിയിട്ടില്ല, CPM പ്രവർത്തകരല്ലാത്തവർക്ക് സഹായം നൽകിയിട്ടില്ല എന്ന ആരോപണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. Instead of safeguarding the livelihood of the fishermen of Kerala, instead of supporting them and considering what the economy has gone through in the last year over Corona, instead of making them stronger, their interests were sold for 5,000 crores to corporates. നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് പകരം, അവരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുന്നതിന് പകരം, പ്രത്യേകിച്ചും കൊറോണ കാലത്ത് ഇത്രയും സാമ്പത്തിക ബാധ്യം ഉണ്ടാകുന്ന ഒരു കാലത്ത് സമ്പദ് വ്യവസ്ഥയെ പറ്റി ചിന്തിക്കുന്നതിന് പകരം ആഴക്കടൽ മത്സ്യബന്ധന കരാറിലൂടെ 5000 കോടി രൂപയുടെ കരാറിലൂടെ ആ സമ്പത്ത് വിറ്റഴിക്കാനാണ് ഈ ഗവൺമെന്റ് താല്പര്യം കാണിച്ചത്. Their promises of reviving the cashew industry have fallen flat. കശുവണ്ടി വ്യവസായമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. They are not giving MSP even for paddy, rubber or coconut. നെല്ലിനും റബ്ബറിനും നാളികേരത്തിനും ഒന്നും അവർ താങ്ങുവില നൽകുന്നില്ല. The rubber industry is struggling due to unchecked imports from other countries. അനിയന്ത്രിതമായിട്ടുള്ള ഇറക്കുമതി കാരണം നമ്മുടെ റബ്ബർ industry is struggling. Sorry. That's fine. റബ്ബർ വ്യവസായം ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയർ വ്യവസായത്തിലുമുള്ളവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. In fact, if you see what has happened in the last 5, much like we see in the center, nothing much has been done to support you, to make your state stronger. But a lot of money has been pumped into PR, big hoardings, big advertisements about how much work has been done. But you are the people. You live lives and you have experiences which tell you the truth about the government and the politicians before you. നിങ്ങൾ കഴിഞ്ഞ 5 വർഷം നോക്കിയാൽ കേന്ദ്രത്തിലെ പോലെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം പൈസ ചെലവാക്കിയിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തെ ശക്തമാക്കുന്നതിനുള്ള ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ കേരളത്തിലെ പോലെ കേന്ദ്രത്തിലെ പോലെ PR വർക്കിന് വേണ്ടി, പരസ്യത്തിന് വേണ്ടി, വലിയ വലിയ ഹോർഡിങ്ങുകളും പരസ്യം നടത്തുന്നതിന് വേണ്ടി ധാരാളം പൈസ കേരളത്തിലും ചെലവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കാണ് അറിയാവുന്നത് എന്താണ് ഇവർ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കാണ്. You know better than anyone else which MLA has helped you, which one has not. You know better than anyone else which politician comes to you only during election and which one comes amongst you throughout the time of the term of the government. You know better than anyone else who has you in his heart and who doesn't. നിങ്ങൾക്ക് മറ്റാരെക്കാളും വളരെ നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾക്കാണ് ഏത് MLA ആണ് നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്, ഏത് MLA ആണ് നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നുള്ളത്, ഏത് രാഷ്ട്രീയക്കാരനാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് എന്ന്, ഏത് രാഷ്ട്രീയക്കാരനാണ് അല്ലാത്ത മുഴുവൻ കാലഘട്ടത്തിലും നിങ്ങളോടൊപ്പം വന്നിട്ടുള്ളതെന്ന്, ആരുടെ ഉള്ളിലാണ്, ആരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ ഉള്ളതെന്ന് മറ്റാരെക്കാളും വ്യക്തമായി നിങ്ങൾക്കറിയാം. You know better than anyone else what Kerala needs.
It needs honesty. She taught me. Honesty undavanam. യെസ് Equality and prosperity undavanam. Sensitivity undavanam. നിങ്ങൾക്ക് മറ്റെല്ലാവരെക്കാളും നന്നായിട്ടറിയാം കേരളത്തിന് എന്താണ് വേണ്ടത്. ഓണസ്റ്റി ഉണ്ടാവണം, സത്യസന്ധത ഉണ്ടാവണം, പ്രോസ്പെരിറ്റി ഉണ്ടാവണം, സമൃദ്ധി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സംവേദനക്ഷമത ഉണ്ടാവണം. Does the LDF government have any of these qualities? ഈ പറഞ്ഞ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും, സത്യസന്ധത, കേരളത്തിന്റെ സമൃദ്ധി, സംവേദനക്ഷമത, ഇതിലെ 3-ൽ ഏതെങ്കിലും ഇന്നത്തെ LDF ഗവൺമെന്റിനുണ്ടോ? It's very clear that it does not. ഇത് വളരെ വ്യക്തമാണ്. ആ ഗവൺമെന്റിന് ഇതിലൊന്നുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. On the other side, you see the politics of the RSS and the BJP trying to enter Kerala. നിങ്ങൾക്ക് മറ്റൊരു വശത്ത് RSSന്റെയും BJPയുടെയും രാഷ്ട്രീയം കേരളത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. It is election time. So when the sisters were taken off a train in Jhansi and harassed by their own people, even today, because it is election time, the Home Minister is making comments and saying that it was wrong. നിങ്ങൾക്കറിയാം, ഝാൻസിയിൽ നമ്മുടെ കന്യാസ്ത്രീകളെ ഇവരുടെ ആളുകൾ, BJPയുടെ RSSന്റെ ആളുകൾ ട്രെയിനിൽ നിന്ന് ഇറക്കി ഉപദ്രവിച്ചപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് മാത്രമാണ് ആഭ്യന്തരമന്ത്രി അത് തെറ്റായിരുന്നു എന്ന് പറയുന്നത്. The rest of the time, they fully encourage this behavior. ബാക്കിയുള്ള സമയങ്ങളിൽ, തെരഞ്ഞെടുപ്പ് സമയമല്ലാത്ത കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് BJPയും RSSും ചെയ്തുകൊണ്ടിരിക്കുന്നത്. Who gave the men of the BJP youth wing permission and authority to harass women on a train? ആരുടെ? BJPയുടെ യുവജന സംഘടനയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാനുമുള്ള അധികാരം ആരാണ് കൊടുത്തത്? Who gave them the right to check those girls' identity papers? ആരാണ് അവരുടെ ഐഡന്റിറ്റി പേപ്പറുകൾ ചെക്ക് ചെയ്യാനുള്ള, പരിശോധിക്കാനുള്ള അവകാശം, അധികാരം അവർക്ക് ആരാണ് കൊടുത്തത്? Who allowed them to ask what their religion was? Who allowed them to ask what their religion was? അവരുടെ മതം ഏതാണെന്ന് ചോദിക്കാനുള്ള അധികാരം അവർക്ക് ആർക്കാണ് കൊടുത്തത്? BJPയുടെയും RSSന്റെയും യുവജന സംഘടനയിലെ പ്രവർത്തകർക്ക് ഈ പെൺകുട്ടികളുടെയും ഈ കന്യാസ്ത്രീകളുടെയും മതം ഏതാണെന്ന് ചോദിക്കാനുള്ള അധികാരം ആരാണ് കൊടുത്തത്? Are we to believe that today our country is a country where a woman cannot take a train without being harassed by someone and she is answerable to some goons about what she stands for and what she believes in? നമ്മുടെ രാജ്യം ഇന്ന് ആ അവസ്ഥയിലൂടെയാണ് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ മതം എന്താണെന്ന് ചോദിച്ച് ഇങ്ങനെ ആളുകൾ അവരുടെ മതം എന്താണ്, അവരുടെ ഐഡന്റിറ്റി രേഖകളാണെന്ന് പരിശോധിച്ചുകൊണ്ട് അവരെ അതിക്രമിക്കുന്ന, അപമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഒരു പെൺകുട്ടിക്ക് കടന്നു പോകേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്? I spoke to those sisters on the phone. ഞാൻ നിങ്ങളുടെ നാട്ടിലെ കന്യാസ്ത്രീകളോട് ഫോണിൽ സംസാരിക്കുകയുണ്ടായി. And they were worried. They said that the way they were treated, the way they were pulled out of the train, made to stand outside, they were traveling alone from one end to the other, on their own. They were afraid and there was nobody to protect them. ഞാൻ നിങ്ങളുടെ നാട്ടിലെ കന്യാസ്ത്രീകളോട് ഫോണിൽ സംസാരിക്കേണ്ട. അവർ പറഞ്ഞത് അവർ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു, അവർ പേടിച്ചിരിക്കുകയായിരുന്നു. ട്രെയിനിൽ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അവർ തന്നെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അതിക്രമം നേരിടേണ്ടി വന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവർ അത്രയധികം ദുഃഖിതരും പേടിച്ചവരായിരുന്നു. When the BJP and the RSS make hollow statements about protecting women, it is a farce because they don't respect women. RSSും BJPയും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊള്ളയായ പ്രസ്താവന നടത്തുമ്പോൾ അത് വെറും കാപട്യം മാത്രമാണ്. കാരണം RSSും BJPയും ഒരിക്കലും സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല. Except for election time, when they want women's votes, they spend all their time telling women what to wear, how to dress, how to work, where to go, how to go there. ഇലക്ഷൻ സമയമല്ലാത്ത, തെരഞ്ഞെടുപ്പ് വരുന്ന സമയമല്ലാത്ത മുഴുവൻ സമയങ്ങളും അവർ ഈ രാജ്യത്തെ സ്ത്രീകളോട് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് കഴിക്കണം, എവിടെ പോകണം, എന്ത് ജോലി ചെയ്യണം, എന്ത് ചെയ്യണം എന്നിങ്ങനെ സ്ത്രീകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒന്നാണ് BJPയും RSSും. Their ministers comment on women's jeans. അവരുടെ മന്ത്രിമാർ
പെൺകുട്ടികളുടെ ജീൻസിനെ പറ്റിയാണ് കമന്റ് ചെയ്യുന്നത്. One of their ministers said there should be a law that when women leave the district, they should register with the police so that they should be safe, as if women are not capable of looking after their own safety. അവരുടെ ഒരു മന്ത്രി പറഞ്ഞതാണ്, പെൺകുട്ടികൾ ഒരു ജില്ല വിട്ടു പോകുമ്പോൾ പോലീസിൽ രജിസ്റ്റർ ചെയ്യണം, അതായത് അവർ പുറത്തു പോകുമ്പോൾ സുരക്ഷിതരാണ്. എന്താണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്? അതായത് സ്ത്രീകൾക്ക് സ്വന്തം സുരക്ഷ നോക്കാൻ കഴിവില്ല എന്ന് കരുതിയിട്ടാണോ ഇത് പറയുന്നത്? I want all my sisters here to think, have you once heard a politician of the BJP calling a woman? They will only call you mother, sister, daughter. They do not respect your identity as a woman. ഇവിടെയുള്ള എല്ലാ സഹോദരിമാരോടും ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും BJPയുടെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സ്ത്രീയെ അമ്മ, സഹോദരി എന്നൊന്നല്ലാതെ ഒരു സ്ത്രീയെ സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീയുടെ അസ്തിത്വത്തെ ബഹുമാനിച്ച് ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്നതും സ്ത്രീയെ ഒരു സ്ത്രീയായി അംഗീകരിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? We are proud to be mothers. We are proud to be wives. We are proud to be sisters. We are proud to be daughters. But over and above it all, we are proud to be women. നമ്മൾ അമ്മമാരാകുന്നതിൽ അഭിമാനിക്കുന്നു, ജീവിത പങ്കാളികളും ഭാര്യമാരാകുന്നതിൽ അഭിമാനിക്കുന്നു, സഹോദരിമാരാകുന്നതിൽ അഭിമാനിക്കുന്നു, മകളാകുന്നതിലും അഭിമാനിക്കുന്നു. പക്ഷേ ഇതിലെല്ലാം ഉപരിയായിട്ട് ഞങ്ങൾ സ്ത്രീകളാകുന്നതിൽ അഭിമാനിക്കുന്നു. And I want all my sisters here to hear me out. Do not allow any politician, anytime, ever again, to take you for granted. You are the strength of this country. You are the strength of Kerala. You are the strength of this society. You carry it on your shoulders. ഞാൻ ഇവിടെയുള്ള എൻ്റെ സഹോദരിമാരോട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ രാഷ്ട്രീയക്കാരനെയും നിങ്ങളെ ബഹുമാനിക്കാതിരിക്കാൻ, നിങ്ങളെ വിലയില്ലാതായി കണക്കാക്കാൻ ഒരു രാഷ്ട്രീയക്കാരനെയും ആരെയും അനുവദിക്കരുത്. കാരണം ഈ സമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളാണ്. ആ ശക്തി നിങ്ങൾ ചുമക്കേണ്ടത് നിങ്ങളുടെ ചുമലുകളിലാണ്. ആ ബോധ്യം ഇവിടെയുള്ള എൻ്റെ എല്ലാ സഹോദരിമാർക്കും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You are not weak. It is the men who tell you how to live your life who are weak. Sorry, men. നിങ്ങളുടെ ജീവിതം എങ്ങനെ തീരുമാനിക്കണം? You meant like they should not tell her. They should not tell her. I am saying that you are your own. I am saying that women are not weak. We are strong. Yes. സ്ത്രീകൾ ഒരിക്കലും ദുർബലരല്ല. And I am apologizing to men for saying that don't tell women we are weak, because if you tell us that, then you are weak, not us. സ്ത്രീകൾ ദുർബലരല്ല, ശക്തരാണ്. ഞാൻ ഇവിടുത്തെ പുരുഷന്മാരോട് പറയുകയാണ്, പുരുഷന്മാരാണ് സ്ത്രീകളോട് നിങ്ങൾ ദുർബലരാണെന്ന് പറയുന്നത്. അങ്ങനെ സ്ത്രീകളോട് പറയുമ്പോൾ സ്ത്രീകളല്ല, പക്ഷെ അങ്ങനെ പറയുന്ന നിങ്ങളാണ് ദുർബലർ. Especially the men of the BJP and RSS. പ്രത്യേകിച്ചും BJPയുടെയും RSSന്റെയും പുരുഷന്മാർ സ്ത്രീകളോട് നിങ്ങൾ ദുർബലരാണെന്ന് പറയുന്നവർ, ആ പുരുഷന്മാരാണ് ദുർബലരെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Who are so weak, the men of the BJP and RSS, that they don't even know how to take a joke. BJPയുടെയും RSSലെയും പുരുഷന്മാർ ഭയങ്കരമായിട്ടുള്ള വളരെയധികം ദുർബലരാണ്. ഒരു തമാശ പറഞ്ഞാൽ പോലും എങ്ങനെ എടുക്കേണ്ടതാണെന്ന് അറിയില്ല അവർക്ക്. I say this because this is the land of Shankar, the cartoonist. And Jawaharlal Nehru used to tell Shankar, don't spare me. ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? ഇത് ശങ്കർ എന്ന് പറയുന്ന നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാർട്ടൂണിസ്റ്റിന്റെ ഭൂമിയാണ്. ഈ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തോട് പറഞ്ഞു, ശങ്കർ കാർട്ടൂൺ വരയ്ക്കുമ്പോൾ എന്നെ ഒഴിവാക്കരുത്. അങ്ങനെ പറഞ്ഞ ഒരു നാട്ടിലാണ് തമാശ പോലും കേൾക്കാൻ പറ്റാത്ത BJP, RSS രാഷ്ട്രീയ നേതാക്കൾ. But today we have such a weak government in our center, run by the BJP and RSS, that they arrest a comedian before he's even made a joke on them. കാരണം നമ്മുടെ കേന്ദ്രത്തിലുള്ള BJP RSS ഗവൺമെന്റിന്റെ കാര്യം എങ്ങനെയാണ്? ഒരു തമാശ അവരെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ മതി, അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യും. അത്രയ്ക്ക് ദുർബലരായിട്ടുള്ള ആളുകളാണ് ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന BJP RSS ഗവൺമെന്റിലുള്ളത്. You see, they cannot tolerate dissent. They cannot tolerate argument. They cannot tolerate you standing up for yourselves.
അവർക്ക് ഒരിക്കലും ഒരു വിയോജിപ്പിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്ക് ഒരിക്കലും ഒരു വാഗ്വാദത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. Congress stands for your voice. Congress wants you to challenge it. Congress wants you to ask questions. Congress is not afraid of you getting up and asking for your right. പക്ഷേ കോൺഗ്രസ് നിലനിൽക്കുന്നത് നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കോൺഗ്രസിനെ വെല്ലുവിളിച്ചാൽ കോൺഗ്രസിന് ഭയമില്ല. കോൺഗ്രസിനോട് നിങ്ങൾ ചോദ്യം ചോദിക്കണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തന്നെ നിലകൊള്ളണം എന്നും കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. We respect the different cultures and identities of the states of India. We say respect federalism. We don't want to impose any ideology, any central force on a state. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള അസ്തിത്വങ്ങൾ, ഇതിനെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞങ്ങൾ ഫെഡറലിസത്തെ ബഹുമാനിക്കുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അധികാര വികേന്ദ്രീകരണം ഉറപ്പാക്കുന്ന ഫെഡറലിസത്തെ ബഹുമാനിക്കുന്നു. അതുപോലെ ഒരു പ്രധാന ആശയം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതിലും കോൺഗ്രസ് വിശ്വസിക്കുന്നില്ല. Sri Narayana Guru's philosophy of equality, of love, of brotherhood is similar to the Congress philosophy. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തത്വശാസ്ത്രം കോൺഗ്രസിൻ്റെ തത്വശാസ്ത്രവുമായി വളരെയധികം സാമ്യമുള്ളതാണ്. And like your festival Onam gives you a hope for a better future, in the same way we in the Congress party want to give you a hope for a better future. നിങ്ങളുടെ ഓണം എന്ന ആഘോഷം നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഒരു മെച്ചപ്പെട്ട ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് പോലെ കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മെച്ചപ്പെട്ട ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We have made a vision document for the people of Kerala. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഭാവി കാഴ്ചപ്പാടുള്ള ഒരു രേഖ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. I would like to tell you a few of the points in this vision document so that you understand them well, so that you understand that when the Congress government comes in Kerala, what is it proposing to do and how it is proposing to do it. ഞങ്ങളുടെ പ്രകടന പത്രികയായ കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള മാർഗദർശനമായ ഈ രേഖയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചില കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ കരുതുന്നു. You might have heard of the Nyay Yojana which we had proposed in the 2019 election. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിർദ്ദേശിച്ച ന്യായ പദ്ധതിയെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. Our Congress government in the state of Chhattisgarh has piloted this program with farmers. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഗവൺമെന്റ് കർഷകരുടെ ഇടയിൽ ഈ ന്യായ പദ്ധതി ഒരു പൈലറ്റ് പദ്ധതിയായി നടപ്പിലാക്കിയിട്ടുണ്ട്. In Kerala, if we form the government, we would like to pioneer the Nyay program, by which rupees 6,000 a month will be given to all poor families directly in the accounts. കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്ത് ആദ്യമായി ന്യായ പദ്ധതി കേരളത്തിൽ നടപ്പാക്കി കേരളത്തിലെ എല്ലാ ദരിദ്രരുടെ അക്കൗണ്ടിലേക്കും ദരിദ്ര കുടുംബങ്ങളുടെ അക്കൗണ്ടിലേക്കും മാസം 6,000 രൂപ വരും. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലായിരിക്കും. Now many political parties can stand here and make promises like this, but we are making it based on two things. The first is that we have already tried it in Chhattisgarh to some extent and we have seen that it can work. പല രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളുടെ മുൻപിൽ ധാരാളം വാഗ്ദാനങ്ങളുമായിട്ട് വരും. പക്ഷെ ഞങ്ങൾ ഈ ന്യായ പദ്ധതിയെക്കുറിച്ച് വാഗ്ദാനം തരുന്നത് രണ്ട് വ്യക്തമായ കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി ഛത്തീസ്ഗറിൽ ഞങ്ങൾ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. The second is because we understand that after what has happened to our economy in the last few years, after demonetization, the faulty implementation of GST and a failed lockdown, the economy has taken a great beating. അതുമാത്രമല്ല, രണ്ടാമതായി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നോട്ട് നിരോധനത്തിന് ശേഷം വളരെ വികലമായി നടപ്പിലാക്കിയ ഒരു GST അഥവാ ചരക്ക് സേവന നികുതിക്ക് ശേഷം, അതുപോലെ പരാജയപ്പെട്ട ഒരു ലോക്ക്ഡൌണിന് ശേഷം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. And after discussion with experienced economists and ex-ministers of the Congress party, we have come to believe that unless money is put back into the hands of the people directly,
that kickstart for the economy will not take place. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയിൽ വളരെയധികം പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധരോടും കോൺഗ്രസിന്റെ മുൻ മന്ത്രിമാരോടും ഒക്കെ സംസാരിച്ച ശേഷം ഞങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ കയ്യിൽ പൈസ എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ, അതിന് ജീവൻ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. That is why when we say that we want to transfer this money directly every month to you, it is not by way of giving you some sort of a failed promise and asking you to vote for us. It is because we believe that by doing this, you will have something to spend. When you go out and spend, you will regenerate the economy. നിങ്ങൾക്ക് ന്യായ പദ്ധതി നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ മുൻപിൽ ഒരു വാഗ്ദാനം നൽകി ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയല്ല. ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം, ന്യായ പദ്ധതിയിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെലവഴിക്കാൻ പൈസ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ചെലവഴിക്കാൻ പൈസ ഉണ്ടാകുമ്പോൾ ഇവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ, സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പുതുജീവൻ നൽകാൻ ന്യായ പദ്ധതിക്ക് കഴിയും എന്നതുകൊണ്ടാണ് ന്യായ പദ്ധതി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. The Congress has also decided to help housewives between the age of 40 and 60 by giving them a direct cash transfer of 2,000 rupees even if they are not covered by the Nyay scheme. ഒരു കാര്യം കൂടെ പറയണം, ന്യായ പദ്ധതിയുടെ ഭാഗമാകാത്ത നമ്മുടെ നാട്ടിലെ 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് ഓരോ മാസവും 2000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുക എന്ന പദ്ധതി കൂടി ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. This is because the Congress recognizes that even housewives work very hard. Housewives spend morning to evening looking after every member of their family, taking care of the children, doing house chores, but they are never recognized for this. And these 2,000 rupees a month will help those housewives to save a little bit and to stand up for themselves. അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർക്ക് കോൺഗ്രസ് 2000 രൂപ കൊടുക്കുന്നത്? കാരണം കോൺഗ്രസ് തിരിച്ചറിയുന്നു, കോൺഗ്രസ് അംഗീകരിക്കുന്നു ഈ നാട്ടിലെ വീട്ടമ്മമാർ വീട്ടിൽ ചെയ്യുന്ന ജോലിയുടെ വില എന്താണെന്ന്. കുട്ടികളെ നോക്കി, വീട്ടിലുള്ള ആളുകളെ മുഴുവൻ നോക്കി, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്ന സ്ത്രീകളുടെ സേവനം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് കോൺഗ്രസ് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഈ 2000 രൂപ നിങ്ങൾക്ക് നൽകുമ്പോൾ അവർക്ക് കുറച്ചെങ്കിലും അതിൽ സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാനും ഈ 2000 രൂപ നൽകുന്നതിലൂടെ ഈ നാട്ടിലെ വീട്ടമ്മമാർക്ക് സാധിക്കും എന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു. We plan to build 5 lakh homes for the homeless and to ensure that there is an MSP given for rubber, coconut and paddy crops. ഞങ്ങൾ ഇവിടെ 5 ലക്ഷം വീടുകൾ വീടില്ലാത്തവർക്ക് വേണ്ടി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ റബ്ബറിനും നാളികേരത്തിനും നെല്ലിനുമൊക്കെ താങ്ങുവില ഉറപ്പാക്കണമെന്നും ഞങ്ങൾ വാഗ്ദാനം നൽകുന്നു. The Rohit Vemula Act will be passed to end the caste discrimination and partiality in schools, colleges and universities. സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ സർവകലാശാലകളിലുമുള്ള ജാതീയമായ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രോഹിത് വെമുല നിയമം നടപ്പിലാക്കും. So that no one is robbed of the opportunity to get a good education. അതായത് ജാതീയമായ വിവേചനത്തിന്റെ പേരിൽ ഒരാൾക്ക് പോലും ഒരു നല്ല വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരം ഇല്ലാതാക്കി കളയരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ രോഹിത് വെമുല നിയമം നടപ്പാക്കാൻ പോകുന്നത്. We want to increase the welfare pension to 3,000 rupees a month. അതുമാത്രമല്ല, ക്ഷേമ പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു മാസം build more hostels. Sorry, you didn't finish. That's fine. My daughter says I always interrupt her, so I'm interrupting. That's fine. I completed. Go ahead. You did? Yes. We want to build hostels and short stay homes in major towns. നമ്മൾക്ക് പ്രധാനപ്പെട്ട 3000 രൂപ ക്ഷേമ പെൻഷനായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹോസ്റ്റലുകളും ചെറിയ കാലത്തേക്ക് താമസിക്കാവുന്ന സ്ഥലങ്ങളും പെൺകുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി വലിയ വലിയ നഗരങ്ങളിൽ ഞങ്ങൾ ആരംഭിക്കും. Give 5 kg free rice to every white ration card holder. വെള്ള റേഷൻ കാർഡുള്ള എല്ലാവർക്കും 5 കിലോ സൗജന്യ അരി നൽകും. We want to give fuel subsidy to auto taxi drivers, fishermen and women. ഞങ്ങൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഇന്ധന സബ്സിഡി നൽകും. 100 units of electricity free on every electricity bill. എല്ലാ ഇലക്ട്രിസിറ്റി ബില്ലും 100 യൂണിറ്റ്
വൈദ്യുതി സൗജന്യമായി നൽകുമെന്ന് UDF വാഗ്ദാനം നൽകുന്നു. Scholarship for children of single mothers. കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തുന്ന അമ്മമാരുണ്ട്, അവരുടെ മക്കൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ നൽകുന്നതായിരിക്കും. 10,000 two-wheeler incentive for women who are working in unorganized sector. അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന നമ്മുടെ സ്ത്രീകൾക്ക് 2-wheeler വാങ്ങിക്കാനുള്ള സഹായമായിട്ട് 10,000 രൂപ. And because we recognize that without peace and harmony there cannot be development, we would like to set up a peace and harmony department to end rising political tensions and murders in the state and to keep a check on the politics of anger and hate that is spreading. ഒരു സംസ്ഥാനത്ത് സമാധാനവും സാഹോദര്യമില്ലാതെ വികസനം ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുകൊണ്ട് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് വളർന്നു വരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, രാഷ്ട്രീയ അക്രമങ്ങൾ, അതുപോലെ തന്നെ അക്രമത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം, ഇതിനൊക്കെ ഒരു തടയിടുന്നതിന് വേണ്ടി സമാധാനത്തിൻ്റെയും ഒത്തൊരുമയുടെയും പീസ് ആൻഡ് ഹാർമണി ഡിപ്പാർട്ട്മെന്റ് ഒരു വകുപ്പ് ഞങ്ങൾ കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വകുപ്പ് തുടങ്ങുന്നതായിരിക്കും എന്നും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. We want to do all of this because we understand how much you have suffered under this government. ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കീഴിൽ നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. We understand that promises were made to you and they were not kept. ഞങ്ങൾക്ക് മനസ്സിലാവുന്നു നിങ്ങൾക്ക് ധാരാളം വാഗ്ദാനങ്ങൾ തന്നു, പക്ഷെ അവയൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. We understand that you need to be strengthened and supported, and it's time that you build a Kerala for the future. ഞങ്ങൾക്ക് മനസ്സിലാകുന്നു നിങ്ങൾക്ക് പിന്തുണ നൽകണം, നിങ്ങളെ ശക്തീകരിക്കണം, ഭാവിയിലെ ഒരു കേരളം അത് നിർമ്മിക്കാനുള്ള സമയമായിരിക്കുന്നു. അതിന് നിങ്ങളെ പിന്തുണയ്ക്കണം, നിങ്ങൾക്ക് ശക്തീകരിക്കണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. These are not our ideas. They are ideas that have come from discussions with you. ഇതൊന്നും ഞങ്ങളുടെ ആശയങ്ങളല്ല. ഈ ആശയങ്ങളെല്ലാം നിങ്ങളുമായിട്ട് നടത്തിയ ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളവയാണ്. This is your vision, your document and your politics that we are talking about. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഈ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. ഇത് നിങ്ങളുടെ രേഖയാണ്, നിങ്ങളുടെ ചിന്തകളാണ്, നിങ്ങളുടെ രാഷ്ട്രീയമാണ് ഈ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ സംസാരിക്കുന്നത്. So I have come here today because it matters to me that you should choose well. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ? കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ കൃത്യമായ ശരിയായ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. It is not simply for the Congress party to make the government in Kerala. അത് കോൺഗ്രസ് പാർട്ടിക്ക് UDFന് കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമല്ല. Of course, as a Congresswoman, that is my wish. And as a Congresswoman, I want the Congress to make the government so that we can do as much as we want to do for you. തീർച്ചയായിട്ടും ഒരു കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വരണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ പ്രധാന കാരണം കോൺഗ്രസിന്റെ ഗവൺമെന്റ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസമാണ്. അത് തീർച്ചയായും എനിക്കുണ്ട്. But more than anything else, it is my wish that the people of Kerala show the way for a new kind of politics in the country. പക്ഷേ അതിലെല്ലാം ഉപരി എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കണം. ഒരു പുതിയ രാഷ്ട്രീയത്തിനുള്ള വഴി കേരളത്തിലെ ജനങ്ങൾ തുറന്നു കൊടുക്കണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. It is my wish that you hold your governments responsible. എൻ്റെ ആഗ്രഹമാണ് നിങ്ങളുടെ ഗവൺമെന്റുകളെ ഉത്തരവാദിത്വമുള്ളവരാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. That you do not allow them to make promises to you which they will not keep. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നിങ്ങളോട് ഒരിക്കലും പാലിക്കാത്ത വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ നിങ്ങൾ അവരെ അനുവദിക്കരുത്. That you do not make it easy for them to make you hate each other, to make you fight with one another, so that their politics can flourish and your state can remain undeveloped. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാൻ, വിഭജിക്കാൻ നിങ്ങൾ ഒരിക്കലും അവരെ സമ്മതിക്കില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ രാഷ്ട്രീയം വളരുകയാണ്, നിങ്ങളുടെ സ്റ്റേറ്റിന്റെ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായി അവരുടെ രാഷ്ട്രീയമാണ് വളരുന്നത്. അത് ചെയ്യാൻ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ അവരെ സമ്മതിക്കരുത്. It is my deepest wish that all of you, the people of Kerala, stand strong and united.
എൻ്റെ ആഴമേറിയ ആഗ്രഹമാണ് കേരളത്തിലെ എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും ശക്തരായി ഒത്തൊരുമയോടുകൂടി നിൽക്കണം. കേരളത്തിലെ ഓരോ വ്യക്തിയും, കേരളത്തിലെ മുഴുവൻ ജനതയും എന്നത് എൻ്റെ ആഴത്തിലുള്ള ആഗ്രഹമാണ്. That you show the whole country that no one was able to divide you. No one was able to spread poison amongst you, because what you asked for was a government that Kerala deserved. What you asked for was a politics answerable to you. What you asked for was a service towards yourselves. കാരണം നിങ്ങൾക്ക് ഇന്ത്യക്ക് മുഴുവൻ, ബാക്കി ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കണം, ഞങ്ങളെ വിഭജിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിച്ചില്ല, ഞങ്ങളുടെ ഇടയിൽ വിഷം പരത്താൻ ഞങ്ങൾ ആരെയും അനുവദിച്ചില്ല. കാരണം ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു രാഷ്ട്രീയം, ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഗവൺമെന്റ്, ഇതാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് അഭിമാനത്തോടു കൂടി ബാക്കിയുള്ളവരോട് പറയാൻ, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയണം. I wish for you to show everybody else in this country that you will not be fooled by any false promises. You will not be fooled by corrupt governments. You will not be fooled by people who want power and do not serve you. It is my wish that you vote for the Congress party so that you get a good government in this state, and so that your state can be put back on the path of development and your economy can be made strong once again. നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഈ സംസ്ഥാനത്തുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്ക് മുഴുവൻ കാണിച്ചു കൊടുക്കണം, അഴിമതിയുള്ള ഒരു ഗവൺമെന്റിനെ ഞങ്ങൾ സഹിക്കില്ല, ഞങ്ങൾക്ക് കപട വാഗ്ദാനം നൽകുന്ന ഒരു ഗവൺമെന്റിനെ ഞങ്ങൾ തെരഞ്ഞെടുക്കില്ല, ഞങ്ങളെ വിഭജിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഞങ്ങൾ തെരഞ്ഞെടുക്കില്ല, മറിച്ച് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, കേരളത്തെ മുൻപോട്ട് കഴിയാൻ പറ്റുന്ന ഒരു ഗവൺമെന്റിനെ ഞങ്ങൾ തെരഞ്ഞെടുക്കാൻ പോകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ ഈ ബാക്കിയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ബാക്കിയുള്ള എല്ലാവരെയും കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. So I urge you to vote for the Congress party in this election, to strengthen our candidates, to bring forward the new generation of Kerala's politicians, strengthen young politicians like the ones we have put forward for you in these elections, and make yourselves a government that works for you. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കോൺഗ്രസിന് വേണ്ടി, UDF വേണ്ടി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ യുവജനങ്ങളായ സ്ഥാനാർത്ഥികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തലമുറ മാറ്റം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇവിടെയുള്ള ഞാൻ പരിചയപ്പെടുത്തിയ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെയും UDF സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. Thank you very much for sitting in this heat and listening to my speech, and I wish you all the very, very best, and wish all my candidates the very, very best for this election. Thank you. Jai Hind. ഈ ചൂട് സമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് ഇത്രയും നേരം എൻ്റെ സംസാരം കേട്ടതിനും ഇവിടെ വന്നതിനും വളരെയധികം നന്ദി നിങ്ങളോട് പറയുന്നു. അതുപോലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞാൻ വിജയാശംസകളും നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. This is a vision document for your constituency, produced by Shri C.R. Mahesh, your candidate.